ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് US ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറയുന്നു. അനുശോചനം അറിയിക്കാതെ അസാധാരണമായ മൗനം പാലിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. റൈസിയുടേത് രക്തം പുരണ്ട കൈകളാണെന്ന് വൈറ്റ് ഹൗസ് അഭിപ്രായപ്പെട്ടു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം വിശദാംശങ്ങളുമായി ചേർന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ ആകെ ഈ മരണത്തിൽ ദുരൂഹത കൽപ്പിക്കുന്നു. അതിൽ ഇസ്രയേലിനെയും അമേരിക്കയൊക്കെ പല ആളുകളും പഴിചാരുന്നു. എന്നാൽ അമേരിക്ക അർത്ഥഗർഭമായൊരു മൗനം പാലിക്കുന്നത് പോലെയുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ തകർന്ന് കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള സ്ഥിതിഗതികളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വാഷിംഗ്ടൺ. ഇതുവരെയും അമേരിക്കയ്ക്കെതിരെ ആദ്യ ആരോപണവുമായി വന്നത് ഇറാന്റെ മുൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജാവദ് സരീഫാണ്. ഇബ്രാഹിം റൈസിയുടെ കൊലപാതകത്തിന്റെ പ്രധാന ഉത്തരവാദി അമേരിക്കയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. ഇറാന് മേൽ അടിച്ചേൽപ്പിച്ച കനത്ത ഉപരോധങ്ങൾ മൂലം വിമാനങ്ങളോ വിമാനത്തിന്റെ സ്പെയർ പാർട്സുകളോ വാങ്ങുവാൻ സാധിക്കുന്നില്ല എന്നാണ് ജാവദ് സരീഫ് പറയുന്നത്. എന്നാൽ ഹെലികോപ്റ്റർ തകർന്നതിൽ അമേരിക്കയ്ക്ക് ഒരു പങ്കുമില്ലെന്ന് US ഡിഫൻസ് സെക്രട്ടറി ഇതിന് മറുപടി എന്ന പോലെ ലോയിഡ് ഓസ്റ്റിൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. ഇറാൻ അവരുടെ നിലയ്ക്ക് അന്വേഷണങ്ങൾ പൂർത്തീകരിച്ച് വിവരങ്ങൾ ലഭിക്കുവാൻ അമേരിക്ക ഇപ്പോഴും കാത്തിരിക്കുകയാണ്. റൈസി കൊല്ലപ്പെട്ടതിൽ ആകെ അനുശോചിച്ചത് അമേരിക്കയ്ക്ക് വേണ്ടി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതുപോലും ചില ചോദ്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വന്നതോടെ പ്രതികരിക്കേണ്ട ചില ഘട്ടങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നു മാത്യു മില്ലറിന്. അദ്ദേഹം പറയുന്നത് ഏതൊരാളുടെ മരണവും ഖേദകരമാണെന്നും ചരിത്രത്തിൽ റൈസിയുടെ കരങ്ങൾ രക്തം പുരണ്ടതായി തന്നെ തുടരുമെന്നും മനുഷ്യാവകാശ ലംഘനങ്ങളും അതേ നിലയ്ക്ക് തന്നെയായിരിക്കും ചരിത്രത്തിൽ ഓർക്കപ്പെടുകയും എന്ന് പറയുകയും ചെയ്തു. ഇറാൻ ഒരു പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇറാനിയൻ ജനതയ്ക്ക് അവരുടെ മനുഷ്യാവകാശങ്ങൾക്കും അതുപോലെ മൗലിക സ്വാതന്ത്ര്യത്തിനുമൊക്കെയുള്ള പോരാട്ടത്തിന് അമേരിക്ക തുടർന്നും പിന്തുണ നൽകുമെന്നും മില്ലർ എടുത്തു പറയുകയും ചെയ്തു. കാണാതായ ഈ ഹെലികോപ്റ്റർ കണ്ടെത്തുവാൻ ഇറാൻ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. സഹായിക്കുവാൻ തയ്യാറാണെന്ന് അമേരിക്ക അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഏതൊരു സർക്കാരിനെയും അമേരിക്ക സഹായിക്കുക തന്നെ ചെയ്യുകയാണ് രാജ്യത്തിന്റെ നയമെന്നും മാത്യു മില്ലർ ഈ മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി. SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റൈസിയുടെ മരണത്തോട് അസാധാരണമായ ഒരു മൗനം പാലിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, അനുശോചിച്ചിട്ടുമില്ല. SKN. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.